ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷംനാസ് കിച്ചൺ. ഇന്നൊരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ ഈവനിങ്ങല്ല, നമുക്ക് രാവിലെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അപ്പോൾ നമ്മളിത് വളരെ സിമ്പിളായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ സാധാ നമ്മുടെ നാടൻ ഇലയുടെയാണ് ഉണ്ടാക്കുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പൊടിയൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ പത്തിരിക്ക് ചെയ്യുന്ന സെയിം മെത്തേഡാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം വെച്ച് അതിൽ കുറച്ച് ഉപ്പിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പത്തിരിക്കും അതുപോലെ തന്നെ അപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതാണ് എടുത്തത്. അപ്പോൾ നൈസ് പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടി. അപ്പോൾ അത് വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും പ്രശ്നമില്ല. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നന്നാക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് പൊടി ആക്കിയെടുക്കുക. അപ്പം പത്തിരിൻ്റെ റെസിപ്പിയൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്, അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാ പത്തിരിക്ക് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി രാവിലത്തെ പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്ത് ഇലയുടെ ആക്കി മാറ്റിയാലും മതി. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ ഇങ്ങനെ റെഡിയാക്കി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചാൽ വൈകുന്നേരത്തേക്ക് നല്ല പാകമായിട്ട് കറക്റ്റായിട്ടുള്ള ടേസ്റ്റിൽ ഇലയുടെ റെഡി ആയിട്ടുണ്ടാകും. ഇലയുടെ എപ്പോഴും ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ അതാ ഞാൻ ഓരോ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇലയുടെക്ക് ഫില്ലിംഗ് ആയിട്ട് തേങ്ങയാണ് എടുത്തത്. അപ്പോൾ തേങ്ങയിൽ നമുക്ക് അവിൽ വേണമെങ്കിൽ ചേർക്കാം, നട്ട്സ് ചേർക്കാം, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഇനി കടലപ്പരിപ്പ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിലേക്ക് കുറച്ച് ശർക്കരയും അതുപോലെ തന്നെ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴാണ് ഇലയുടെ കുക്കൊക്കെ ആയി വന്ന് ചൂടൊക്കെ ആറുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ ഇലയുടെക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അട റെഡിയാക്കാനായിട്ട് കുറച്ച് വാഴൻ്റെ ഇല എടുത്തു വെക്കണം. ഇതിലേക്ക് നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് ഓരോ പത്തിരിയും പരത്തിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ബോൾസ് ഇങ്ങനെ ഈ ഇലയിൽ വെച്ച് പരത്തിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേർമയായിട്ട് കിട്ടാനാണ് പ്രസ്സിൽ പരത്തിയെടുത്തത്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് ഈ വാഴ ഇല രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ലോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ടൊന്ന് ലോക്കായി കിട്ടിക്കോളും. അപ്പോൾ ഇലയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇലയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ മതിയാവും. അപ്പോൾ ഇനി ചിലവർ എല്ലാ ഭാഗത്തും കെട്ടി കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയേ, പുറത്തേക്ക് വരുമൊന്നുമില്ല. അപ്പോൾ ഇതാ അങ്ങനെ ഓരോ പത്തിരിയും നമ്മുടെ ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഫില്ലിങ്ങും വെച്ചിട്ട് നമുക്കിത് ക്രോസ് ആക്കിയിട്ട് നമ്മൾ ഹാഫ് മൂണ് പോലെ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലേൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം ഈ പൊടി കൊണ്ടും അങ്ങനെ ഇലയുടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. എന്നാലും നമ്മൾ ഒട്ടും തന്നെ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് ആവി കയറ്റിയിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് ഇത് ആവി കയറ്റി വെക്കുന്നത്. അപ്പോൾ അതാ ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ഇത് ആവി കയറ്റണം. അപ്പോൾ അതാ ഉമ്മ പോയിട്ട് എല്ലാതും ഈ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ മൊത്തം വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റ് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്, ആവിയൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വൈകുന്നേരമാണ് ഇത് പിന്നെ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഒക്കെ ചൂടൊക്കെ പോയി നല്ല കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇലയുടെ എപ്പോഴും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സാണ് ഈ ഒരു ഇലയട. അപ്പോൾ ഒട്ടുമിക്ക വീട്ടിലും അരിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പണ്ട് പൂവട റെഡിയാക്കിയിരുന്നു, മൈദ വെച്ചിട്ട് ഇതേപോലെ തന്നെ മടക്കിയൊക്കെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒട്ടും തന്നെ എണ്ണയൊന്നും ഇല്ലാത്ത നല്ലൊരു സ്നാക്കാണ്. ഏത് പ്രായക്കാർക്കും നല്ല ഇഷ്ടമാവുന്നൊരു സ്നാക്കാണ്. ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചവരായിരിക്കും. അപ്പോൾ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.